പാമ്പെന്ന് കേട്ടാല് തന്നെ നമ്മുടെ ശരീരത്തിലൂടെ ഒരു വിറയല് കടന്നുപോകും. പക്ഷേ ലോകത്ത് ഒരാളുണ്ടായിരുന്നു, പാമ്പുകളെ വളർത്തുമൃഗങ്ങളായി മാത്രമല്ല, ഒരു കൂട്ടുകാരിയായി സ്നേഹമായി കണ്ട ഒരാള്. അതിനെ വിവാഹം കഴിക്കാന് പോലും മടിക്കാത്ത ഒരു മനുഷ്യന്. ആരാണ് ഈ വ്യക്തി? എന്താണ് അവന്റെ കഥ? വരൂ, ഈ അവിശ്വസനീയമായ കഥയിലേക്ക് കടക്കാം. നമ്മുടെ കഥയിലെ നായകന് ഒരു ലോകപ്രശസ്ത പാമ്പുപിടുത്തക്കാരനാണ്. പാമ്പുകളോടുള്ള അവന്റെ അഭിനിവേശം തുടങ്ങുന്നത് ചെറുപ്പത്തിലാണ്. പാമ്പുകളെ കാണുമ്പോൾ മറ്റുള്ളവര് ഓട്ടി രക്ഷപ്പെടുമ്പോൾ ഇവന് അവയെ സ്നേഹത്തോടെ സമീപിച്ചു. പാമ്പുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, സുരക്ഷിതമായി പിടിക്കണം എന്നൊക്കെ അവന് പഠിച്ചെടുത്തു. ഇതൊക്കെ ഒരു ഹോബി എന്ന നിലയിൽ മാത്രമല്ല, ജോലിയുടെ ഭാഗമായുമായിരുന്നു. കാരണം ഇവന് ഒരു അഗ്നിശമന സേനാംഗം കൂടിയായിരുന്നു. അഗ്നിശമന സേനയിൽ ജോലി ചെയ്യുന്നതിനോടൊപ്പം പാമ്പുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മറ്റ് ജീവനക്കാരെ പരിശീലിപ്പിക്കുന്ന ഉത്തരവാദിത്തവും ഇവൻ ഏറ്റെടുത്തു. വീടുകളിലോ പൊതുസ്ഥലങ്ങളിലോ പാമ്പുകളെ കണ്ടെത്തുമ്പോൾ ഈ മനുഷ്യനാണ് എല്ലാവരുടെയും ഹീറോ. പക്ഷേ ഇവന്റെ ജീവിതം സാധാരണക്കാരന്റേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. ഇവന് തന്റെ വീട്ടില് 4 പാമ്പുകളെ വളർത്തിയിരുന്നു. അതെ, 4 പാമ്പുകള്. അതും മൂർഖന് പോലുള്ള വിഷപ്പാമ്പുകള്. ഇവന് ഈ പാമ്പുകളെ വളർത്തിയിരുന്നത് വെറും വളർത്തുമൃഗങ്ങളെപ്പോലെയല്ല, ഒരു കുടുംബാംഗത്തെ പോലെയാണ്. ഇതില് ഒരു പാമ്പിനോട് ഇവന് പ്രത്യേകമായ ഒരു ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്നു. അവന്റെ വിശ്വാസം ഈ പാമ്പ് തന്റെ പുനർജനിച്ച കൂട്ടുകാരിയാണെന്നാണ്. നമ്മൾക്കിത് അവിശ്വസനീയമായി തോന്നാം, പക്ഷെ ഇവൻ ഈ വിശ്വാസത്തിൽ ഉറച്ചുനിന്നു. ഇവിടെയാണ് കഥ ഒരു വലിയ വഴിത്തിരിവിലേക്ക് എത്തുന്നത്. ഒരു ദിവസം ഈ മനുഷ്യനെക്കുറിച്ച് ഒരു വാർത്ത ലോകമെമ്പാടും വൈറലായി. പാമ്പിനെ വിവാഹം കഴിച്ച മനുഷ്യന് എന്ന തലക്കെട്ടോടെ ബ്രിട്ടീഷ് മാധ്യമങ്ങൾ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചു. ലോകം മുഴുവനും ഞെട്ടി. ഒരു മനുഷ്യനെ എങ്ങനെ ഒരു പാമ്പിനെ വിവാഹം കഴിക്കും? പക്ഷെ ഇവന് പിന്നീട് വ്യക്തമാക്കിയത് തന്റെ ഫോട്ടോ ഉപയോഗിച്ച് മാധ്യമങ്ങൾ ഒരു കഥ മെനഞ്ഞെടുത്തതാണ് എന്നാണ്. "ഞാന് പാമ്പിനെ വിവാഹം കഴിച്ചിട്ടില്ല" എന്ന് അവന് പ്രഖ്യാപിച്ചു. പക്ഷേ അവന്റെ പാമ്പുകളോടുള്ള അസാധാരണമായ സ്നേഹം മാധ്യമങ്ങൾക്ക് ഒരു വലിയ കഥയായി. ഒരു ടെലിവിഷൻ പരിപാടിയിൽ ഇവന് തന്റെ വളർത്തുപാമ്പിനെ ചുംബിച്ച് കാണികളുടെ കയ്യടി നേടി. ഇതോടെ ഇവന്റെ പ്രശസ്തി വാനോളം ഉയർന്നു. പക്ഷേ സുഹൃത്തുക്കളെ, എല്ലാ കഥകൾക്കും ഒരു ദുഃഖാന്തമുണ്ടാകാറുണ്ട്. ഇവന്റെ കഥയും അങ്ങനെയാണ്. ഒരു ദിവസം പാമ്പ് പിടിക്കുന്നതിനിടെ ഇവനൊരു മൂർഖന്റെ കടിയേറ്റു. മൂർഖന്റെ വിഷം പെട്ടെന്ന് തന്നെ ഇവന്റെ ശരീരത്തെ ബാധിച്ചു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർക്ക് അവന്റെ ജീവന് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പാമ്പുകളോടുള്ള അവന്റെ അമിതമായ സ്നേഹം ഒടുവിൽ അവന്റെ ജീവന് തന്നെ എടുത്തു. ഈ കഥ നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? പാമ്പുകള് എത്ര സ്നേഹത്തോടെ നമ്മൾ അവയെ സമീപിച്ചാലും പ്രകൃതിയുടെ ഭാഗമാണ്. അവയ്ക്ക് അവരുടേതായ സ്വഭാവമുണ്ട്. നമ്മുടെ സുരക്ഷ എപ്പോഴും ഒന്നാമതായിരിക്കണം. ഈ മനുഷ്യന്റെ ജീവിതം ഒരു പ്രചോദനമാണ്. അവന്റെ ധൈര്യവും പാമ്പുകളോടുള്ള അറിവും അവനെ ഒരു ഹീറോ ആക്കി. പക്ഷേ അതോടൊപ്പം ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. അതിരുകൾ വേണം എപ്പോഴും. സുഹൃത്തുക്കളെ, ഈ കഥ നിനക്ക് എങ്ങനെ തോന്നി? പാമ്പുകളോട് ഇത്രയും സ്നേഹം തോന്നിയ ഈ മനുഷ്യന്റെ ജീവിതം നിന്നെ ഞെട്ടിച്ചോ? അതോ പ്രചോദിപ്പിച്ചോ? കമന്റ് ബോക്സിൽ നിന്റെ അഭിപ്രായം എഴുതൂ. ഇതുപോലുള്ള കൂടുതൽ രസകരമായ കഥകൾ കേൾക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ബെൽ ഐക്കൺ പ്രസ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം.